കുടുംബത്തിലെ 6 പേരെ ഉരുളെടുത്ത വേദനയിലാണ് പാലവയൽ സ്വദേശി ബൈജീഷ്. 2 പേരുടെ മൃതദേഹം കിട്ടി. ബാക്കിയുള്ളവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദുരന്തമുഖത്ത് ഇനിയും കാണാതായിട്ടുള്ള ആളുകൾ നിരവധിയാണ്. അവർക്കായിട്ട് ഇത്തരത്തിൽ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്, തിരച്ചിൽ നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ 6 പേരെ കാണാതായി. അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു ബൈജീഷ്. ഇപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടപ്പം കാത്തിരിക്കുന്നത്? എൻ്റെ പെങ്ങളുടെ മകളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു കാത്തിരിക്കുന്നത്. അവരെ കുടുംബത്തിൽ 6 പേരുണ്ടായിരുന്നു ടോട്ടൽ. അതിൽ മകൻ്റെ വൈഫിനെ കിട്ടി, അവൻ്റെ കുട്ടികളും അവനും അവൻ്റെ അച്ഛനും അമ്മേനെയും കിട്ടി, അച്ഛനെയും കിട്ടി. ബാക്കി 4 പേരെ കിട്ടാനുണ്ട്. 4 പേരെ കിട്ടി. 6 പേരിൽ 4 പേരെ കിട്ടാനുണ്ട്. ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ കയ്യിലിപ്പം? ഇതാണ് ഫോട്ടോ. കിട്ടിയ ആൾക്കാർ എത്ര വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് കിട്ടിയത്? അവന് 37 വയസ്സ്, മഹേഷ് എന്നാണ് പേര്. 37 വയസ്സ്. പിന്നെ കുട്ടികൾക്ക് 8ഉം 7 വയസ്സ്, 7.5, 8.5 വയസ്സ്, അങ്ങനെയുള്ള കണ്ടു കിട്ടാനുള്ളത്. എന്താ സംഭവിച്ചതിനെ പറ്റി വല്ല ധാരണയുണ്ടോ? ആ സ്കൂൾ റോഡിനാണ്, ചൂരൽമല സ്കൂൾ റോഡിനാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒന്നാമത്തെ പ്രളയത്തിൽ തന്നെ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഉരുൾപൊട്ടൽ തന്നെ അവർ പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ പോയതായിരിക്കും. എവിടെ വെച്ചാണ് നിലമ്പൂരിൽ നിന്ന് കുറേ ബോഡികൾ വന്നിരുന്നു. പക്ഷെ അതാരും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എത്ര നേരമായിട്ട്. അവർക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, മോർച്ചറി പോയി അവർ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവരെ ഏട്ടൻ ഉണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്നുണ്ട്. ഏട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇനിയിപ്പോൾ. അവൻ നോക്കിയിരുന്നു, അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതാണ് സ്ഥിതി. ഇവിടെ ഇപ്പം വന്ന മൃതദേഹങ്ങൾ എന്തെങ്കിലും പോയി പരിശോധിച്ചു? ഇവിടെ വന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. എവിടെ ഒന്നും ഒരു തീരുമാനവും കണ്ടിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ആധുനിക ചികിത്സകൾ നടക്കുക എന്നല്ലാണ്ട് വേറൊരു പരിപാടി നടക്കില്ല. വേറെ വല്ല DNA അങ്ങനെയുള്ള ടെസ്റ്റിംഗ് എല്ലാം നടക്കുക അല്ലാണ്ട് ഇനി ഒരു പരിപാടി നടക്കൂല. അതാണ് സ്ഥിതി. നിലമ്പൂരിൽ നിന്ന് വന്ന ബോഡികളൊന്നും നമുക്ക് ഒരു തരത്തിലും മനസ്സിലാവാത്തൊരവസ്ഥയിലുള്ളത്. അതാണ് കാര്യം. ഇത്തരത്തിലാണ്. കാരണം ഇനിയിപ്പം 4 പേരെയാണ് ലഭിക്കേണ്ടത്. ഇവർക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. പരമാവധി മോർച്ചറികളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24.